തിരുവനന്തപുരം തിരുമല ബി.ജെ.പി കൗൺസിലർ തിരുമല അനിൽകുമാറിന്റെ ആത്മഹത്യാ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകർക്കെതിരെ ബി.ജെ.പി നേതാക്കളുടെ കയ്യേറ്റം എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെ ആ ഓഫീസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ബലം പ്രയോഗിച്ച് ഇറക്കി വിടുകയാണ് ബി.ജെ.പി പ്രവർത്തകർ. ആത്മഹത്യക്കുറിയുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിരുന്നു. അതാരും മാധ്യമങ്ങൾ അത് സ്വമേധയാ പറഞ്ഞതല്ല, പോലീസ് നൽകിയ വിവരമനുസരിച്ച് പറഞ്ഞതാണ്. ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ അനിൽ നേതൃത്വം നൽകുന്ന ഈ സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നപ്പോൾ പാർട്ടി സംരക്ഷിച്ചില്ല എന്ന തരത്തിലുള്ള ആത്മഹത്യക്കുറിപ്പിലെ വിവരം പോലീസ് നൽകിയ വിവരമനുസരിച്ചാണ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ ആ ഓഫീസിന് പുറത്തേക്ക് ഇറക്കുകയാണ്. ഇപ്പോഴും അതിനുള്ളിൽ പോലീസ് നടപടികൾ. തിരുമല അനിലിൻ്റെ ഓഫീസ് മുറിക്കകത്തായിരുന്നു ആത്മഹത്യ. രാവിലെ 8:30 തിരുമല അനിൽ ഓഫീസിലേക്ക് എത്തിയത് എന്നൊരു ദൃക്സാക്ഷി മൊഴി കൂടി പോലീസിന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ 8:30 രാത്രിയാണോ എന്ന സംശയമുണ്ടായിരുന്ന കാര്യം. അത് നിറയെ ആളുകളുള്ളൊരു മേഖലയാണ്. അപ്പോൾ രാവിലെ അവിടെ വന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്ന എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് സംശയം നേരത്തെ ചിലർ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇത് രാവിലെ 8:30 തിരുമല അനിൽ അങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹം അവസാനമായി ആരെ ഫോണിൽ വിളിച്ചു, എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പോലീസിൽ നിന്നാണ് വ്യക്തത വരേണ്ടത്. ബി.ജെ.പി പ്രവർത്തകർ അവിടെയുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ കുറേ സമയമായി അവിടെ തന്നെയുണ്ട്. മാധ്യമപ്രവർത്തകരെ ബി.ജെ.പി പ്രവർത്തകർ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വിട്ടതിലുള്ള അതൃപ്തിയാകണം ആ നീക്കത്തിന് കാരണം. ഇപ്പോഴും ആ മുറിക്കുള്ളിൽ പോലീസ് നടപടി തുടരുകയാണ്. എന്താണ് ഈ കാരണം? ഈ പറയുന്ന ബാങ്ക് വലിയശാല സഹകരണ ബാങ്കിന് നേതൃത്വം നൽകിയ അനിൽകുമാറാണെന്ന് പറയുന്നു. ബാങ്ക് കുറേയധികം നാളുകളായി ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയിലുണ്ട് എന്ന് പറയുന്നു. നേരത്തെ മനീഷ് മഹിവാൽ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ വലിയ ബുദ്ധിമുട്ടിലാണ്. ഓണം പോലും വല്ലാത്ത ഓണമായിരുന്നു ഇക്കുറി, ആഘോഷങ്ങളില്ലാത്ത ഓണമായിരുന്നു ഇക്കുറി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ അനിൽകുമാർ ചില നേതാക്കളോട് പറഞ്ഞിരുന്നു എന്ന കാര്യം മനീഷ് മഹിവാൽ നേരത്തെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥ കാരണം? ആ ബാങ്കിന് സംഭവിച്ചത് എന്താണ്? ആ ബാങ്കുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളുണ്ടോ? അതിൽ ആരുടെയൊക്കെ ഇടപെടലുണ്ട്? ആ ബാങ്ക് ആരുടെ നേതൃത്വത്തിലാണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം ഒരുപക്ഷെ വിശദമായി തന്നെ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധിയാണോ ഒരു മിടുക്കനായ ഒരു കൗൺസിലറുടെ ജീവനെടുത്തത്, ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന കാര്യമൊക്കെ കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ബാങ്ക് പ്രതിസന്ധിയിലായിരുന്നു എന്ന കാര്യം പറയുന്നു. നേരത്തെ വി രാജേഷിനോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം അക്കാര്യങ്ങളൊന്നും നിരാകരിക്കുന്നില്ല. ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നോ അല്ലെങ്കിൽ അത് ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കാതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നാണ് നേരത്തെ വി രാജേഷ് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.